കോണ്ടക്ട് ഡിസോർഡർ അവന്റെ ജീവിതം മുഴുവൻ നരകയാതനയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഗതോദ്വേഗം അവന്റെ സ്വഭാവമായി മാറുന്നു. ആൻസൈറ്റി സ്റ്റേറ്റ്. ആയുർവേദം അതിന് പറയുന്ന പേരാണ് ഗതോദ്വേഗം. സുശ്രുതം ഇത് വളരെ വിപുലമായി പറയുന്നത്. ഒരു ആൻസൈറ്റി ന്യൂറോസിസ്, സെൻസുവസ് ചേഞ്ച്, ഗ്ലാൻഡുലർ ചേഞ്ച്, ബയോകെമിക്കൽ ചേഞ്ച് ആൻഡ് മെറ്റബോളിക്കൽ ചേഞ്ച്. ഒരൊറ്റ ഉത്കണ്ഠ മതി, ഈ പരിണാമം എല്ലാം ഉണ്ട്. ഗതോദ്വേഗത്തിന്റെ സംഭ്രമജനകമായ തലങ്ങളിലാണ് ആധുനിക മാനവൻ നിൽക്കുന്നത്. സ്ത്രീയെന്നും പുരുഷനെന്നും പറയുന്ന രണ്ട് സർഗങ്ങളുടെ സമ്യക് സംയോഗമാണ് കുടുംബം. പരസ്പര ബഹുമാനം, പരസ്പര സ്നേഹം, പരസ്പര രക്ഷ, പരസ്പര സഹായം. പണം വേണ്ട, ഒരുപാട് ആഹാര പദാർത്ഥങ്ങൾ വേണ്ട, ഒരു ജന്മം കൊണ്ടുപോകാൻ ഇത്രയും കാര്യങ്ങളിലുള്ള അറിവ് രണ്ടുപേർക്കുണ്ടായാൽ മതി. മുളക് പൊട്ടിച്ച കഞ്ഞി കാലത്ത്, അച്ചാറ് കൂട്ടിയോ മുളക് പൊട്ടിച്ചോ ഉച്ചയ്ക്കൊരു ചോറ്, വൈകുന്നേരം ഒരു കഞ്ഞി. ഇത്രയും കഴിച്ച കാലത്തെ 10ഓളം പ്രസവിച്ച പെണ്ണുങ്ങൾ ചുമന്ന നെല്ല്, ചുമന്ന വെള്ളം, കീറിയ വിറക്, നനച്ച തുണി, പറിച്ച പുല്ല്, കുളിപ്പിച്ച പശുക്കൾ, വാരിയ ചാണകം. മനസ്സിലായില്ല? രാപകൽ പഠിപ്പും കഴിഞ്ഞ് തിന്നുകൂട്ടിയ മിനറലുകൾ, വൈറ്റമിനുകൾ, ടിൻ ഫുഡുകൾ, ഹോട്ടലിന്റെയും കാറ്ററിംഗിന്റെയും സംഭ്രമജനകമായ ആഹാരം ടൺ കണക്കിന് തിന്നിട്ട്, മനസ്സിലായില്ല, സമസ്ത വിദ്യാഭ്യാസവും പുലുകിയിട്ട്, സ്ത്രീ പുരുഷന്റെ ശത്രുവാണെന്നും പുരുഷൻ സ്ത്രീയുടെ ശത്രുവാണെന്നും ആധുനിക സ്ത്രീയും പുരുഷനും പഠിച്ചിട്ട് സകല രോഗങ്ങളോടും കൂടി നിങ്ങൾ ജീവിക്കുന്നു. 1 കിലോഗ്രാം ഭാരമുള്ളത് എടുത്തുകൊണ്ട് 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ ശേഷിയില്ലാതെ, ശേമുഷിയില്ലാതെ, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ മാറിമറിഞ്ഞ്, സെൻസോറിയം തകർന്ന്, ന്യൂറോണിയം മാറിമറിഞ്ഞ്, മോട്ടോറിയം ശിഥിലമായി, ജന്മപാപങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ജീവിതവുമായി തിന്നും കുടിച്ചും ജീവിക്കുന്ന ആധുനികന്റെ ഈ ജീവിതക്രമവും പ്രാചീനന്റെ ചിന്തയും വെച്ചിട്ട് ആയുർവേദത്തെയും അത് സംഭാവന ചെയ്ത ഇതിവൃത്തത്തെയും അത് നിലനിന്നിരുന്ന ഒരു യുഗത്തെയും അതിൽ വിശ്വാസമർപ്പിച്ച് ജീവിച്ച ഒരു ജനതയെയും ഒന്ന് സൂക്ഷിച്ചു നോക്ക്. പറഞ്ഞത് കൂടുതലായോ? അതിൽ ആദരവ് പുലർത്തി ജീവിച്ച്, സമാദരവോടെ ജീവിച്ച്, ആയുർവേദ ആദേശങ്ങളിൽപ്പെട്ട് ജീവിച്ച് കഴിഞ്ഞ ഒരു വയസ്സനെയും ഒരു ചെറുപ്പക്കാരനെയും ഒരു 3ാം നിലയിലേക്ക് നടചവിട്ടിക്കയറാൻ വിട്ടാൽ ആരാണ് ഉടനെ ആശുപത്രിയിലാകുക? അവന്റെ ഹൃദയത്തിന്റെ പ്രായം കൂടിപ്പോയോ? അവന്റെ കർമ്മശേഷി തിന്നിട്ടും തീർന്നുപോയോ?
നിങ്ങൾ ചുമക്കുന്നത് അനുഭവമുള്ള ശാസ്ത്രമല്ലെന്ന് ബോധ്യമായോ? അനുഭവം ഉള്ളതല്ലാത്തത് ഇംഗ്ലീഷിൽ പറഞ്ഞതിൻ്റെ പേരിൽ ഭ്രമിച്ച് കമ്മ്യൂണിക്കേറ്റിംഗ് ഇംഗ്ലീഷിൽ പറയാൻ പഠിച്ചു നടന്ന നിങ്ങളുടെ ഈ നടപ്പ് ആരോഗ്യമല്ലെന്ന് ബോധ്യമായോ? ഇതിന്റെ നടുക്കോട്ടാണ് മഴവിൽ മനോരമ വെറുതെയല്ല ഭാര്യയുമായി വരുന്നത്. കുടുംബവും കുടുംബജീവിതവും സാമൂഹിക ജീവിതവും തകരാൻ വേറൊന്നും വേണ്ടി വരികയില്ല. ആങ്കറിങ്ങിൽ സമർത്ഥകളായ പെമ്പിള്ളേരുടെ ഇംഗ്ലീഷും മലയാളവും കലർന്നുള്ള പശു ചാണകമിട്ട് കഴിഞ്ഞാൽ അതിന്റെ പൃഷ്ഠം മൂവ് ചെയ്യുന്നത് പോലെ ചുണ്ടുകൂട്ടിയുള്ള പ്രയോഗങ്ങൾ കലാപരമായി കണ്ടിരിക്കാൻ താല്പര്യമുള്ള ഒരു ജനതയ്ക്ക് എന്താ ചിരിക്കുന്നത്? നല്ല പ്രയോഗത്തിനാ ഉപമ എന്ന് പറയുന്നത്. ടീച്ചർ മലയാളം പഠിച്ചിട്ടില്ല. ടീച്ചർ മലയാളത്തിലല്ലേ MA യും PhD എടുത്തത് അല്ലേ? സമാന ധർമ്മമോ സമാന രൂപമോ സർവസമാനതയോ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഉപമ ഉപയോഗിക്കുന്നത്. സമാനത ഇല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? കൃത്യമായിട്ട് പശുവിനെ വളർത്തുകയും അത് ചാണകമിട്ട് കഴിഞ്ഞ് പൃഷ്ഠം മൂവ് ചെയ്യുന്നത് നോക്കുകയും അതുപോലെ തന്നെ ഇത് പറയുന്നവരുടെ ചുണ്ടിലേക്ക് നോക്കുകയും ചെയ്തതുകൊണ്ട് നിങ്ങൾ പശുവിനെ വളർത്താത്തത് ഭാഗ്യായി. അതുകൊണ്ട് ഈ പശുവിനെ ചുണ്ടിലെങ്കിലും കാണാമല്ലോ. ശരിയല്ല? സാദൃശ്യമുണ്ടോ? അത് കഴിയുമ്പോ അങ്ങനെയൊക്കെ പറയണമെന്ന് നിങ്ങൾക്കും കൂടെ തോന്നുന്നതാണ് ഈ പശു പകർച്ച. ഏതാ ശരി? പോലെയുണ്ടോ? ആലോചിച്ചു. പിന്നെ ഇന്നത്തെ കാലത്ത് വൈകൃതങ്ങൾക്ക് സമ്മാനമുള്ള കാലമാണ്. ലോകം വൈകൃതത്തിന് സമ്മാനം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് കലിയുഗമെന്ന് പറയുന്നതെന്ന് ടീച്ചർ ഭാഗവതം വായിച്ച് പഠിച്ചിട്ടില്ലേ? ജന്മവൈകല്യങ്ങൾ. ഞാൻ പറഞ്ഞത് ലോകം അന്നമാണ്. ആ അന്നം ഭുജിക്കുമ്പോൾ നിങ്ങൾ രോഗിയായി മാറുകയാണ്. സെൻസോറിയവും ന്യൂറോണിയവും മോട്ടോറിയവും എല്ലാം മാറി മറിയുക. നിരന്തരമായി കാണുമ്പോൾ അത് നിങ്ങളുടെ ജീവിതമായി മാറുക. ലോകം അന്നമാണെന്ന് പറയുമ്പോൾ 1970-കളിൽ കേരളത്തിൽ ക്യാൻസർ സിനിമാ കൊട്ടകയിലേ ഉള്ളൂ, വീടുകളിലില്ല. മനസ്സിലായില്ല? നിങ്ങൾ അന്വേഷിക്കണം, അന്ന് കൊട്ടകയിലിരുന്ന് കരഞ്ഞ ആണിനും പെണ്ണിനുമാണോ ഈ ക്യാൻസർ അത്രയും വന്നത്? അവരുടെ ജനിതകങ്ങളിലേക്കാണോ ക്യാൻസർ ആവാഹിച്ചതെന്ന്? അന്ന് ആ രംഗത്ത് അഭിനയിച്ച അഭിനയ ചക്രവർത്തിമാരാണോ ക്യാൻസർ വന്ന് മരിച്ചതെന്ന്?
ഇഷ്ടം പോലെ വാരിത്തരാം. കാരണം തെണ്ടുന്നവനായതുകൊണ്ട് എൻ്റെ ചേളാവിൽ ഒരുപാടുണ്ട്. ചേളാവെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നറിയില്ല. ഈ തോളത്തിട്ടിരിക്കുന്ന ഒരു സഞ്ചിയുണ്ട് തെണ്ടികൾക്ക്, കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ആ മാറാപ്പ് അത് തന്നെ. വളരെ ചെറുതൊക്കെ പെറുക്കിയിട്ടുള്ളൂ. പിള്ളേരല്ലേ, നിങ്ങൾക്ക് ഇത്രയൊക്കെ മതിയാവും. സാധ്യതയുണ്ടോ? മദനോത്സവവും മറ്റും കണ്ടിരിക്കുമ്പോ ആ അഭ്രപാളിയിൽ വരുന്നത് വെറും പടമാണെന്നും അതിൽ ക്യാൻസർ ഉണ്ടായിട്ടില്ലെന്നും ശാസ്ത്രീയമായി അറിയുന്നവളുമാണ് അവിടെ ഇരുന്ന് കണ്ണീരൊഴിക്കുന്നത്. ശരിയല്ല. കണ്ണുനീർ ഗ്രന്ഥികൾ വോളണ്ടറിയായി തപിച്ചു തുള്ളികളായി പുറത്തേക്ക് വരുമ്പോൾ കരഞ്ഞലയുന്ന നായകന് നഷ്ടപ്പെടാൻ പോകുന്ന നായികയുടെ ഹൃദന്തം ഏറ്റുവാങ്ങി നിങ്ങൾ കരയുമ്പോൾ ആരുടെ വേദന കൊണ്ടാണ് കരഞ്ഞത്? നിങ്ങളുടെയോ അഭ്രപാളിയിൽ കണ്ടതിൻ്റെയോ? ആത്മനിഷ്ഠമായ ക്യാൻസർ നിങ്ങൾ ഭാവാത്മകമായി കോശങ്ങളിലേക്ക് ഏറ്റുവാങ്ങിയിരുന്നോ? വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ കരയും? നിങ്ങൾ എങ്ങനെ കരയും? അന്ന് തന്നെ ആളിപ്പടരുന്ന ക്യാൻസർ രോഗം ഇന്ത്യയിൽ വിത്തിട്ട് കഴിഞ്ഞുവോ മാധ്യമങ്ങൾ? വായിച്ചും കണ്ടും കേട്ടും തൊട്ടുമറിയുന്ന അറിവുകൾക്കെല്ലാം ഈ വിഭൂതികളുണ്ടോ? ഇവിടെയാണ് ഹിംസാസ്തേയം അന്യഥാ കാമത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. ഹിംസിക്കരുത്, കക്കരുത്, ലൈംഗിക ദുരാചാരങ്ങളിൽ ഏർപ്പെടരുത്. ഓരോന്നും ഒന്നിനേക്കാൾ കൂടിയതാണ്. ആരെയെങ്കിലും ഉപദ്രവിക്കുമ്പോൾ നിങ്ങളുടെ നിയമങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നവന് വേണ്ടിയാണ് എഴുതി വച്ചിരിക്കുന്നത്. ഒരാളെ ഉപദ്രവിക്കുന്നവന്റെ ഹോർമോണുകളും എൻസൈമുകളും മാറിമറിയുന്നു എന്നറിയുമ്പോഴാണ്, കോപതാപാദികൾ ഉണ്ടാകുന്നു എന്നറിയുമ്പോഴാണ് ഉപദ്രവിച്ചവൻ രോഗിയാകുന്നു എന്ന് പറയുന്നത്. കസ്റ്റമറെ പറ്റിക്കാൻ ഡിഗ്രിയായി MBAയും ബ്രാൻഡിങ്ങും വരെയുള്ള ഒരു കാലഘട്ടത്തിൽ, കളവ് ശാസ്ത്രീയമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്ര രോഗികളുണ്ടാവും? കബളിപ്പിക്കപ്പെടാൻ നിങ്ങൾ തയ്യാറായും കൂടിയിരിക്കുമ്പോൾ ഭർത്താവ് നടത്തിയിരുന്ന വലിയൊരു കച്ചവട സ്ഥാപനം, പ്രൊവിഷൻ സ്റ്റോർ, അയാൾ പെട്ടെന്ന് മരിച്ചു. ഭാര്യയും ഒരു മകളുമാണുള്ളത്. മകളും തള്ളയും കൂടെ അടച്ചിട്ട് തുറന്നപ്പോൾ അവിടെ പോയിരുന്നു. തള്ള കച്ചവടം ചെയ്യാനിരുന്നപ്പോൾ ആരും വരാതായി. മന്ത്രവാദികളും മറ്റുള്ളവരുമൊക്കെ മേടിക്കാവുന്ന കാശൊക്കെ മേടിച്ചു. കടയിലെ ആൾ വരാൻ പിരിഞ്ഞു കിട്ടാനുണ്ട് കുറെ, വളരെ ബുദ്ധിമുട്ട്. അപ്പോഴാണൊരു മനുഷ്യനിലെ പോയി പറഞ്ഞു, ഞങ്ങളുടെ കടയിൽ ആൾ വരുന്നില്ല, നോക്കട്ടെ നാളെ ഒന്ന് നോക്കാവുന്നത്. അയാൾ പോയി ആകെ പ്രശ്നമൊക്കെ വെച്ച് പോയി.
അയാൾ പറഞ്ഞു, കുഴപ്പമില്ല, നീ പഞ്ചസാരയും അരിയും ഒക്കെ എടുത്തു കൊടുക്കുന്നിടത്ത് മോളിരിക്കുക. മോൾക്ക് ഞാൻ ഒരു മന്ത്രം ഉപദേശിച്ച അമ്മ കണക്കെഴുതുന്നിടത്തിരിക്കുക. എന്താ ഞാനെടുത്തു കൊടുക്കണ്ട, ഇനി നിങ്ങൾ കൊടുക്കണ്ട, നിങ്ങൾ കൊടുത്താൽ ശരിയാവില്ല, നിങ്ങളുടെ നാള് ശരിയല്ല. മനസ്സിലായില്ല? മോൾക്കൊരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തിയാണ്. അയാൾ പറഞ്ഞു കൊടുത്തു, 2 കിലോ വാങ്ങിക്കാൻ ഒരാൾ വന്നാൽ 2 കിലോയുടെ കട്ടി വെച്ചിരിക്കുന്നതിനപ്പുറത്തുള്ള തട്ടിനകത്ത് നീ 1/2 കിലോയെ ആദ്യം ഇടാം, പിന്നെ നീ വാരി വാരി ഇടണം. ഒരു 100 ഗ്രാം കുറഞ്ഞോട്ട് 2 കിലോയ്ക്ക് ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ല? മറിച്ചു കൊടുത്താൽ മതി. പോയ ആളുകളൊക്കെ തിരിച്ചു. തള്ള ചെയ്തിരുന്നത് 5 കിലോ വാരി വെച്ച് അതിൽ നിന്ന് വാരി വാരി ഇനി എടുക്കുക. മനസ്സിലായില്ല? എടുത്തും അടുത്തിട്ട് 2 കിലോ ചോദിച്ച ആള് 2 കിലോയും 100 ഗ്രാമും കൊടുത്തിട്ടും അവർ തൃപ്തരാവില്ല. മനസ്സിലായില്ല? സൂചിയേലല്ല ജനം നോക്കുന്നത്, എനിക്കായി വാരി വെച്ചത് ഇന്ന് ഇവൾ എടുത്തോന്നാണ്. മനസ്സിലായില്ല? മത്തി വിൽക്കുന്നവൻ വീട്ടുമുറ്റത്ത് വന്നു നിന്ന് മത്തി തരുമ്പോ ഒരെണ്ണം താഴെ പോയത് എടുത്തത് പിടിച്ചു മേടിച്ചാൽ പിന്നെ അവന്റെ മത്തി മേടിക്കുകയില്ല. നേരെ മറിച്ച് 2 കിലോ ചോദിച്ചെടുത്ത് 1.5 കിലോ മതി, പക്ഷെ താഴെ പോയത് എന്റെയാ. ശരിയല്ല? ഇങ്ങനെ കബളിപ്പിക്കപ്പെടാൻ കച്ചകെട്ടി നിൽക്കുന്ന നിങ്ങളും സിനോ, എന്റെ ചേട്ടാ എന്നെ ഒന്ന് കളിപ്പിച്ചേച്ചു പോവും, എന്നെ ഒന്ന് പീഡിപ്പിച്ചിട്ട് പോവും, ഞാൻ എത്ര കാലായി കാത്തിരിക്കുന്നു, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന നിങ്ങളും. മനസ്സിലായില്ല? ശരിയല്ല? ശരിയല്ല? അതിനനുഗുണമായൊരു കാലഘട്ടവും സംജാതമായപ്പോൾ ഹിംസയും സ്ഥേയവും ഇന്ന് കൂടി. അന്യഥാകാമം അതിന്റെ മൂർധന്യത്തിലെത്തി. സംസാരിക്കുവാൻ ശാസ്ത്രം കയ്യിൽ വഴങ്ങാത്തതുകൊണ്ട് പൈശുനവും പരുഷവും അനൃതവും സംഭിന്നാലാപവുമായി. ഇതിലേറ്റവും സൂക്ഷിക്കേണ്ടത് സംഭിന്നാലാപത്തെയാണ്. കലഹിപ്പിക്കരുത്. 2 പേർ കലഹിച്ചാൽ നിങ്ങളുടെ 2 ഭാവങ്ങൾ കലഹിക്കും. അത് നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തും. അതുകൊണ്ടാണ് ആക്ടിവിസ്റ്റുകൾക്കും സാഹിത്യകാരന്മാർക്കും എല്ലാം വാർദ്ധക്യം വരുമ്പോൾ അൾസീമേഴ്സും മോട്ടോർ ന്യൂറോണും ഒക്കെയാണ്. അന്യർക്ക് ആപത്തു വരണമെന്ന് ആഗ്രഹിക്കരുത്, ദുരാശയരുത്. വേണ്ടത് വേണ്ടപ്പോൾ വേണ്ടയളവിൽ ആഗ്രഹിക്കുക. ദൃഗ്വിപര്യമരുത്, നെഗറ്റീവായി ചിന്തിക്കരുത്. ഇത്രയും പാപങ്ങളാണ്. ഇവ ഇതുവരെ ചെയ്തതിനും അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയതിനും പശ്ചാത്തപിക്കണം. ഇനി ചെയ്യില്ലെന്ന് ഉറയ്ക്കണം. ഇത് യുക്തി വ്യപാശ്രയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. രോഗം വരാതിരിക്കാൻ, വന്ന രോഗം പോകാൻ. പൂർവജന്മകൃതം കർമ്മ ദൈവമിത്യഭിധീയതേ പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ എന്ന വ്യാധിരൂപത്തിൽ രൂപാന്തരപ്പെടുന്ന പാപങ്ങൾ ഇവയാണ്. അതിലെ പൂർവജന്മത്തിനും വിസ്തൃതമായൊരർത്ഥമുണ്ട്. നിങ്ങളുടെ ചെറുകുടലിലെ കോശങ്ങൾക്ക് ലിബർക്കൻ എന്ന് പറയും, കേട്ടിട്ടുണ്ടാവും. ഒരു 5 ദിവസമാണ് അവന്റെ ഏർപ്പാട്. 5 ദിവസം 5 ദിവസം കൂടുമ്പോൾ അവനെ കളഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം കൊണ്ടും
മണിക്കൂറുകൾ കൊണ്ടും പോകുന്ന കോശങ്ങൾ മുതൽ ജീവിതം മുഴുവനിരിക്കുന്ന കോശങ്ങൾ വരെയുള്ള കോശ സമൂഹമാണ്, അപരിസംഖ്യേയങ്ങളായ കോശങ്ങളാണ് ജീവിതം നിയന്ത്രിക്കുന്നത്. ആ കോശങ്ങളൊക്കെ സമ്പൂർണമാണ്. ഏതു കോശത്തിനും നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ സമാന മാതൃകയുള്ള മറ്റൊന്നിനെ സൃഷ്ടിക്കാൻ കഴിയും. ഒരു മനുഷ്യനെന്ന് പറയുന്നത് അവൻ്റെ അവ്യക്തതയിൽ ലക്ഷോപലക്ഷം മനുഷ്യന്റെ സമാഹാരമാണ്. ഗൃഹസ്ഥനും ബ്രഹ്മചാരിയും വാനപ്രസ്ഥനും സന്യാസിയും ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും കൊലയാളിയും തല്ലുകൊള്ളിയും സ്ത്രീയും പുരുഷനും എല്ലാം ചേർന്ന ഒരു വലിയ സമാഹാരമാണ് ഓരോ മനുഷ്യനും. ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ? നിങ്ങളിൽ നിന്നൊരു കോശം പറിച്ചെടുത്ത് അതിനെ ഒരു കൾച്ചർ ലായനിയിൽ വളർത്തി റെഡിയാക്കി എടുത്താൽ മറ്റൊരു മനുഷ്യൻ നിങ്ങളുടെ മുമ്പിലുണ്ട്, നിങ്ങളെപ്പോലൊരു. നിങ്ങളുടെ ബീജാണ്ടങ്ങളിൽ നിന്നുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളോട് യോജിക്കുന്ന ഒരു. മനസ്സിലായില്ല? പിടിയിട്ടില്ല? ഇത്ര വിപുലമാണ്. കാരണം നിങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കോശമേ ഉണ്ടായിരുന്നുള്ളൂ. എ യൂണിസെല്ലുലർ ഓർഗാനിസം നോൺ ആസ് സൈഗോട്ട്, ഏകകോശം. അതാരും സഹായിക്കാതെ വിഭജിച്ചാണ് പൂജാതമായത്. അസ്ഥി ജായതേ വർദ്ധതേ വിപരിണാമതേ അപക്ഷീയതേ വിനശ്യതി എന്ന പട്ടികയിൽ ഫെർട്ടിലൈസേഷൻ, ബർത്ത്, ഗ്രോത്ത്, സെനസൻസ് ആൻഡ് ഡെത്ത്, ഷഡൂർമികൾ, ഷഡ്ഭാവ വൈചിത്ര്യങ്ങൾ. അതുകൊണ്ട് ഒരു കോശം എടുത്താൽ ഇത്രയും ഭാവങ്ങൾ നിലനിൽക്കുമ്പോൾ അതിലെ ഒരു കോശം അതിൻ്റെ കാലം അത് പരിണമിച്ച് പൂർണ്ണമായി അതിൻ്റെ പ്രവൃത്തി കഴിഞ്ഞ് നിങ്ങളിൽ അത് എരിഞ്ഞടങ്ങി അതിനെ നിങ്ങളിൽ കുഴിച്ചിട്ട്, മനസ്സിലായില്ല, കുഴിച്ചിടാനുള്ള ദേശവും പുറത്തല്ല, നിങ്ങളുടെ അകത്ത് തന്നെ കുഴിച്ചിട്ട് അതിനെ നിങ്ങൾ പുറത്താക്കി കഴിയുമ്പോൾ അതിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ പരമ്പരയിൽ വരുന്ന ഒന്നിന് അത് കൈമാറിക്കൊടുക്കുന്ന നിർദ്ദേശവും നിയാമകത്വവുമുണ്ട്. ആ കർമ്മം ഇന്നലെ അത് ചെയ്തത് ശുദ്ധമായി സത്യമായി ധർമ്മമായി ആണെങ്കിൽ ആ പുണ്യകർമ്മത്തിൻ്റെ തുടർച്ചയെ അടുത്ത കോശത്തിന് കൊടുക്കുകയും അല്ലെങ്കിൽ ആ പാപകർമ്മത്തിൻ്റെ തുടർച്ചയെ അടുത്ത കോശത്തിന് കൊടുക്കുകയും ചെയ്യുമ്പോൾ കോശാന്തര വ്യാപാരത്തിലെ ജനിമൃതികൾ ഒരുക്കുന്ന മഹാനാടകത്തിലാണ് ഈ രോഗങ്ങൾ അത്രയും രൂപാന്തരപ്പെടുന്നത്. പൂർവജന്മം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിച്ചിട്ട് പിന്നെ ജനിക്കുന്നതെന്ന് പോലും എടുക്കണമെന്നില്ല. നിത്യമായ ജനിമരണങ്ങളുടെ സമസ്യ ഒരുക്കുന്നതാണ് നിങ്ങളുടെ ഈ ശരീരം. കാണരുതാത്തതൊന്ന് കണ്ട കണ്ണ്, കാണരുതാത്തത് കണ്ടു എന്ന് അനന്തപുരുഷനെ അറിയിച്ച് കഴിയുമ്പോൾ ആ കോശത്തിൽ നീ ഇനി കാണണ്ട എന്ന ആ കോശം അടുത്ത കോശത്തിന് സംവേദനം മാറുമ്പോൾ കാണിക്കുവാനുള്ള ഓപ്റ്റിക് നെർവ് ചെയ്യും.
പരിശോധിച്ചു നോക്കി, ഒപ്റ്റിക് നെർവ് ക്ഷയിച്ചിരിക്കുന്നു. ഇനി കാഴ്ച കുറെ കൂടെ കുറഞ്ഞ് ഇല്ലാതാവും. മനസ്സിലായില്ല? അപ്പൊ ഈ കുറവിനെ മാറ്റാൻ, ആ കുറയുന്ന വേളയിൽ വാതപിത്ത കഫങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഒരു ദ്രവ്യവും ലോകത്തിലില്ല വ്യാധി വിപരീതത്തിൽ. മൗലികമായി മാറ്റം വരുത്താവുന്ന ദ്രവ്യമുണ്ടോ? സാമാന്യവിശേഷ ചിന്തകളിൽ മാംസത്തെ വർദ്ധിപ്പിക്കും. ചരകത്തിന് ഭാഷ്യം എഴുതുമ്പോൾ ചക്രവാണ്. രഞ്ജകപിത്ത വാഹികൾ വളർത്തും. ആലോചകപിത്ത വാഹികൾ ഉണർത്തും. എതിർത്ത് കണ്ണുമായി വലിയ ബന്ധമുള്ളതാണ്. Am I right? ആടിന്റെ എതിർത്ത് കരള്, കഞ്ഞുണ്ണി വീര്യം കൊണ്ടും രസം കൊണ്ടും വിഭാഗം കൊണ്ടും നയനാനന്ദകരമാണ്. കഞ്ഞുണ്ണിയുടെ നീരിൽ ഭാവന ചെയ്തെടുത്ത് ഉണക്കി പൊടിച്ച്, ഭാവന ചെയ്തെടുത്ത് ഉണക്കി പുഴുങ്ങി ഉണങ്ങി പൊടിച്ച് നെയ്യിൽ ചാലിച്ച് കഴിക്കുമ്പോൾ ആയുസ്സിന്റെ പര്യായമായ നെയ്യ് വാതപിത്ത കഫങ്ങൾക്ക് മൂന്നിനും രസം കൊണ്ടും വീര്യം കൊണ്ടും ഗുണം കൊണ്ടും പര്യാപ്തമായ നെയ്യ്. ശരിയല്ല? 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 വാദത്തെയും പിത്തത്തെയും കഫത്തെയും സമഞ്ജസമായി, ഓർമ്മ പോയെങ്കിൽ അഷ്ടാംഗ ഹൃദയം, ജ്വരചികിത്സിതം, സാമജ്വരത്തിലെ ആമം പോയി കഴിഞ്ഞ് കൊടുക്കാൻ പറയുന്ന ത്രികോൽപക്കം മാറ്റിവെച്ചുള്ള തില്വകഘൃതം, പിത്തത്തിലെ. Am I right? Am I right? അല്ലെങ്കിൽ പോയി റെഫർ ചെയ്യുക കുറിച്ചെടുത്തിട്ട്. ജ്വരചികിത്സ, അതല്ലെങ്കിൽ കുഷ്ഠത്തിലെ തിക്തകഘൃതം. ഇതൊക്കെ എങ്ങനെ പ്രയോഗിക്കുന്നുവെന്ന് സൂക്ഷ്മതരമായി പഠിക്കുക. നിങ്ങൾ വന്നുകൊണ്ടാണ് ഞാൻ ആ റെഫറൻസ് പറഞ്ഞത്. ഇവർക്കാണെങ്കിൽ അത് മനസ്സിലാവില്ല, ആവശ്യവുമില്ല. അത്രയും സൂക്ഷ്മമായി ഇവർക്ക് പോകണ്ട. അപ്പം അതുകൊണ്ട് ചേർത്ത് കഴിച്ചാൽ ഈ ഒപ്റ്റിക് നെർവുകൾ ശക്തി പ്രാപിക്കുകയും കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്യും.
സൈദ്ധാന്തികമായൊരു ചികിത്സാ സമ്പ്രദായം, അതിന്റെ മൗലികതയിൽ ആയുർവേദം രൂപപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെയാണ്. ഞാൻ നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയ്ക്ക് കൂടി ഉത്തരം പറയാനാണ് ഇങ്ങനെ പറഞ്ഞത്. വിപുലമായൊരു തെറ്റിദ്ധാരണയ്ക്ക് ഉത്തരം പറയാൻ കൂടിയാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. നിങ്ങളുടെ ഉള്ളിൽ ആയുർവേദം എന്ന് പറഞ്ഞാൽ ഒരു പച്ചക്കറി ചികിത്സയാണെന്ന് ധാരണയുണ്ട്. സിനോൾ സിനോൾ അതൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അത് സംസ്കൃതത്തിലൊക്കെ പറയുമ്പോൾ വേറെ വല്ലതൊക്കെ ആയിരിക്കുമെന്ന് ധരിച്ചു വശാവും. മനസ്സിലായില്ല. പൊതുവെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെറ്റിദ്ധാരണയുണ്ട്. ആയുർവേദത്തിന്റെ ദ്രവ്യചിന്തയിൽ പെടാത്തതൊന്നുമില്ല. മനുഷ്യ മാംസത്തെ മാത്രമേ രസവീര്യ വിഭാഗങ്ങൾ ചേർത്ത് നേരെ പറയാതെ ഇടവഴിയിലൂടെ പറഞ്ഞ ആചാര്യന്മാർ നിർത്തിയിട്ടുള്ളൂ. ആട് പോലെന്ന്. മനസ്സിലായില്ല. അതിനപ്പുറം പറഞ്ഞാൽ നിങ്ങൾ പരസ്പരം പിടിച്ച് തിന്നുപോകും. അത്രയും ദ്രവ്യനിശ്ചയം പഠിച്ചിട്ടാണ് അവർ ഇത് എഴുതി വെച്ചത്. ദ്രവ്യങ്ങളെ പഠിക്കുമ്പോൾ നഖവും മൂത്രവും മലവും എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു പഠനം ഇവരൊരാളായിട്ട് എഴുതിയതാണോ പലരെഴുതിയതാണോ കൂട്ടിയോജിപ്പിച്ചതാണോ എന്ന് ഒരാവർത്തി ശരിക്കു വായിച്ചാൽ ഏത് ഊളനും സംശയം തോന്നും. അതൊക്കെ ഉണ്ട്. മഴവെള്ളം, അത് ഇത് ഒക്കെ ഉണ്ട്. എല്ലാം ഓരോ കിഴങ്ങ്, ഓരോ ഇല, എല്ലാത്തിനും പോകുന്ന വടക്കോട്ട് പോകുന്ന വേര് ഒക്കെ ഉണ്ട്. ഇന്നിടത്തുനിന്ന് എടുക്കുന്ന മഴവെള്ളം, ഇതെല്ലാം കിണറിലെ വെള്ളം, മഴവെള്ളം, ഇതെല്ലാം ആടിന്റെ പാല്, പശുവിന്റെ പാല്, ഇതിലെല്ലാം ഉള്ള വ്യതിയാനങ്ങൾ, അതിന്റെ വീര്യവിഭാഗങ്ങൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നെല്ലാണെന്ന് പറഞ്ഞ എല്ലാം നെല്ലല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല. ചെന്നല്ലരിയും മറ്റും നിത്യവും ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ ഉപയോഗിക്കാൻ വയ്യാത്തവയും പറയും. വളരെ വിപുലമായി പഠനം. അത് ശരിയാവണ്ണം ഒരാവർത്തി പഠിച്ച് പാരമ്പര്യത്തിൽ ഉറപ്പിച്ച് ജീവിച്ചു പോന്ന ഒരു ജനതയെ നിങ്ങളുടെ ആധുനിക വിദ്യാഭ്യാസം തകർക്കുകയാണ് ചെയ്തത്. എല്ലാ അർത്ഥത്തിലും. പൂർവജന്മകൃതം പാപമെന്നതാണ് ഞാൻ ഇത്രയും പറയാൻ കാരണം. പൂർവജന്മത്തെ വ്യാഖ്യാനിക്കാൻ മരിച്ചിട്ട് ജനിക്കുന്നത് വേണമെന്നില്ലെന്നെങ്കിലും ബോധ്യമായോ? അത്രയെങ്കിലും ആധുനിക ഭിഷഗ്വരന്മാരിൽ അഗ്രഗണ്യനായ ഒരാൾ അദ്ദേഹത്തിന്റെ ക്യാൻസർ ചികിത്സയെ പറ്റി എഴുതുമ്പോൾ അദ്ദേഹം തന്നെ പഠിച്ചത് ഇതിനെ എതിർക്കാൻ നേരത്ത് മറന്നുപോയി എന്ന വിഷമം. അതാണ് ഈ മിക്ക ആളുകൾക്കും പറ്റുന്നത്. ബുദ്ധിമാന്മാർ പലപ്പോഴും എതിരാളിയോട് ഏറ്റുമുട്ടാൻ നേരത്ത് കയ്യിലെ ആയുധങ്ങൾ പോലും മറന്നു. താൻ ശരിയാണെന്ന് വിശ്വസിക്കുകയും അന്യരോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തത് പോലും എതിരാളിയോട് ഏറ്റുമുട്ടാൻ നേരത്തുള്ള വാശി കൊണ്ട് അതും തെറ്റാണെന്ന് പറയും. മനസ്സിലായില്ല. അങ്ങനെയുള്ളവനെയാണ് മഹാപണ്ഡിതൻ എന്ന് വിളിക്കുന്നത്.
മനസ്സിലായില്ല. തവ മാതാ പതിവ്രത നഹി നഹി മമ മാതാ ന പതിവ്രത. മനസ്സിലായില്ല. സ്മാർത്ഥ വിചാരത്തിന് സമയമാവും. ഇങ്ങനെയുള്ളവനെയൊക്കെ സ്മാർത്ഥ വിചാരം ചെയ്യേണ്ടതാണ്. അവിടെ പിന്നെ പാണ്ഡിത്യഗർവിൽ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തുന്ന പട്ടേരിയുടെ ന്യായം സാർവലൗകിക നീതിക്ക് സമഞ്ജസമായതല്ല. എതിരാളിയെ തോൽപ്പിക്കുവാൻ ഏതടവും അല്ലെടുക്കേണ്ടത്, സത്യസന്ധതയാണ് വേണ്ടത്. മനസ്സിലാവുമോ? അതുകൊണ്ട് ആയുർവേദം സമഗ്രമായൊരു ഇതിവൃത്തത്തെ തരുന്നുണ്ട്. പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ. അനേക വ്യാധികളായ ഇത് രൂപാന്തരപ്പെടുന്നത്. ഇതിന്റെ സ്മൃതികളുണ്ട് സ്വപ്നങ്ങളിൽ. അതും ആയുർവേദം പഠിച്ചിട്ടുണ്ട്. ചരകവും സുശ്രുതവും അഷ്ടാംഗഹൃദയവും ശാർംഗധര സംഹിതയുമെല്ലാം ഈ വഴിയിൽ ചിന്തിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ ഋജുവായി പറഞ്ഞിട്ടുള്ളത് അല്പം വാക്കുകളിൽ ശാർംഗധര സംഹിത. ഇതിന്റെ ആഴങ്ങളെ ജന്മജന്മാന്തര പാപങ്ങളിൽ ചേർത്ത് പറഞ്ഞിട്ടുള്ളത് വീരസിംഹാവലോകനം. ഒരു അന്ധവിശ്വാസ ഗ്രന്ഥമെന്നാണ് ആധുനിക ആയുർവേദ വിദ്യാർത്ഥികൾ ഈ ഗ്രന്ഥത്തെ കണക്കാക്കുന്നത്. ജന്മപാപങ്ങളുടെ പ്രകൃതിയെയും അതിൻ്റെ പരിഹാരങ്ങളെയും അതിനുള്ള ചികിത്സാ നിർദ്ദേശങ്ങളെയും അതീവ ചാതുര്യത്തോടെ നിർവചിക്കുന്നുണ്ട് വീരസിംഹൻ എന്ന രാജാവ്. രാജാവിന്റെ എഴുത്തായതുകൊണ്ട് അത് രാജകീയവുമാണ്. ഇവയൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. സ്വപ്നങ്ങളോട് ബന്ധപ്പെടുത്തി അതിവിപുലമായ പഠനമാവുള്ളത്. സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങൾ ത്രിഗുദോഷങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്നാണ് ദോഷങ്ങളുടെ വികാസം. മഹാഭൂതങ്ങളിൽ ആകാശം സത്വ അധികവും വായു രജോ അധികവും അഗ്നി സത്വരജപ്രായവും അപ്പ് സത്വതമോധികവും ഭൂമി കേവലം തമോമയവുമാകും. ഇതാണ് അതിന്റെ ഗുണനിഷ്പത്തി. ആയുർവേദം അതും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ചേതനയാകട്ടെ നിർഗുണവും സമബുദ്ധി, കൃതജ്ഞത, ധാരണാശക്തി, നിശ്ചയാത്മിക ബുദ്ധി, ജ്ഞാനം, വിജ്ഞാനം, സത്യം, ശുചിത്വം, വിനയം, അനാസക്തി, വർണ്ണപ്രസാദാത്മകത്വം എന്നിവയെല്ലാം സത്വത്തിന്റെ സംഭാവനയാണ്. ഗുണങ്ങളുടെ ആന്തോളനമായത്. ഗുണങ്ങൾ പലതരത്തിലാണ് ചേരുന്നത്. ഇത്രയും സത്വസംഭാവനയാണ്. ബഹുഭാഷിത്വം, അസൂയ, ഗർവ്, മാത്സര്യം, ക്രോധം,
ദുരുപചാരത്വം, ദാക്ഷണ്യമില്ലായ്മ, വൈരികളിൽ അനാര്യത്വം, ആഢ്യതയില്ലാത്ത പെരുമാറ്റം എന്നിവ രാജസ സ്വഭാവമാണ്. ഈ സ്വഭാവങ്ങളെ നോക്കി നിർണയിക്കാം ദോഷങ്ങളുടെ നില. ഈ സ്വഭാവം അനുസരിച്ചു വേണം സ്ഥാനമാനങ്ങളൊക്കെ നൽകാൻ. പണ്ട് അപൂർവമായി പറ്റിയ തെറ്റാണ് ഇന്ന് ചരിത്രത്തിൽ ഏറ്റവും സ്ഥാനം പിടിച്ചിരിക്കുന്നത്. പണ്ട് 1000-1 ഉത്തമ സ്വഭാവികളല്ലാത്തവർ അധികാര സ്ഥാനങ്ങളിൽ വരിക എന്നത് സംഭവിക്കൂ. അതൊക്കെ മാറ്റിമറിച്ച് സർവസ്വാതന്ത്ര്യം നൽകിയ ഇന്ന് ഏതാണ്ട് എല്ലാ പേരും അങ്ങനെ ആയിത്തീരുമെന്ന് തോന്നുന്നു. Am I right? ശരിയാണോ? ആലോചിച്ച് നോക്കിയാൽ മതി. ഇതിന്റെ കാരണം എന്താ? ഏതെങ്കിലും പേരെടുത്ത് മാധ്യമങ്ങൾ പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ മന്ത്രിമാരോ ഒന്ന് പ്രതിവചിച്ചാൽ, മോശമായി പ്രതിവചിച്ചാൽ നിങ്ങളുടെ നാട് കത്തും. ഇസ് ഇറ്റ് ട്രൂ? കത്തുവോ? കത്തിയമരും. ഏതെങ്കിലും മതത്തിനെതിരെ ഒരു പുസ്തകത്തിൽ ഒരു വരി ഉണ്ടെങ്കിൽ പൊതുമുതലുകൾ മുഴുവൻ തെരുവിൽ നശിപ്പിക്കപ്പെടും. ഇസ് ഇറ്റ് ട്രൂ? ഏതെങ്കിലും ജാതിക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ വഴിയിലിറങ്ങി ഒരാഴ്ചത്തേക്ക് നടക്കാൻ പറ്റില്ല. ശരിയുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ അതിൻ്റെ നേതാവിനോ എതിരായി ആരെങ്കിലും ഒരു വാക്കുരിയാടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ പെട്ടവന്റെ മുഴുവൻ ജീവിതം പോക്കാണ്. ശരിയാണോ? സ്വാതന്ത്ര്യം കിട്ടിയ അന്നു മുതൽ ഇങ്ങോട്ടും അതിന് പുറകോട്ട് കുറെ കാലവുമായി കേരളം ഏറ്റവും അധികം ഫൽസിക്കുന്ന ഒന്നാണ് ബ്രാഹ്മണ്യം. റൈറ്റ്? എത്രയായിരം പുസ്തകങ്ങൾ എഴുതി, എത്ര തെറി വിളിച്ചു. ഇല്ല. അവരൊരു വാക്ക് തിരിച്ചു പറഞ്ഞു. ആർക്കാ ശരിക്ക് സംസ്കാരമുള്ളത്? ഒരു ഭാഗത്ത് നീട്ടിപ്പിടിച്ച് എല്ലാവരും ബ്രാഹ്മണ്യത്തോട് ബന്ധമുണ്ടെന്ന് വരണം. ശരിയല്ല. മോശമായ ഇതിനോട് എങ്ങനെങ്കിലും വളഞ്ഞും തിരിഞ്ഞുമൊക്കെ മതം മാറിയവർക്ക് വരെ ഈ ബന്ധമുണ്ടെന്നൊക്കെ ഒന്ന് വരുത്തണം. ശരിയല്ല. നാട് നീളത്തെറിയും വിളിക്കണം. ശരിയല്ല. വിരാട് സങ്കല്പവും ബ്രാഹ്മണ്യവും മുമ്പ് പറഞ്ഞ ഗുണപൗഷ്കല്യവും അതിൻ്റെ സ്വഭാവവും ഒക്കെ നിങ്ങൾ സുസൂക്ഷ്മം പഠനവിധേയമാക്കുക. കേവലമായി ഞാൻ പറഞ്ഞത് കണക്കാക്കണ്ട. രസത്തിന് ചില സൂചനകൾ പറഞ്ഞുപോയെന്ന് മാത്രം. ഒരു രസത്തിന് മാത്രം.
ശ്രദ്ധിച്ച് പഠിച്ചു നോക്കുക. ഇത്തരൊരു പഠനം വരുന്നത് നന്നായിരിക്കുമോ? ഓ ഇല്ല. ഒന്ന് പഠിക്കുക നിങ്ങൾ ചെറുപ്പക്കാർ. ഭീരുത്വം, ആലസ്യം, നിദ്രാലുത്വം, വിഷാദിത്വം, ജൂഗുപ്സിത് ആചാരരതി, വെറുപ്പ് നിറഞ്ഞ ആചാരങ്ങൾ, അറപ്പുണ്ടാക്കുന്ന കാര്യങ്ങളിലെ ആചാരങ്ങൾ, അശൗചത്വം, ബുദ്ധിശൂന്യത, ഇതൊക്കെ താമസമാണ്. ടിൻ ഫുഡൊക്കെ കഴിക്കുമോ? വല്ലപ്പോഴും കഴിക്കും. കയ്യിൽ ഇന്റർനെറ്റുള്ള മൊബൈലുണ്ടോ? അതിലൊന്നടിക്ക്. ഡംസ്റ്റർ ഡൈവിങ് ഒരു നല്ല ഡൈവിങ്ങാ. ഡംസ്റ്റർ ഡൈവിങ് നിങ്ങളുടെ സങ്കല്പഭൂമിയായ, വാഗ്ദത്ത ഭൂമിയായ അമേരിക്കയും ഇംഗ്ലണ്ടുമൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് മിച്ചം വന്ന ഉച്ഛിഷ്ടം പറമ്പിൽ കളഞ്ഞ് അത് പട്ടിയും തൂറി കാക്കയും തിന്ന് മിച്ചമായി കിടക്കുന്നത് വാരിക്കൂട്ടി റീസൈക്കിൾ ചെയ്തു വരുന്നു. മനസ്സിലായോ? സങ്കല്പിക്കാൻ പറ്റുമോ? ഒന്ന് അടിച്ചു നോക്കി ഇവരെയൊക്കെ ഒന്ന് കാണിക്കും. അടിക്കാണോ? മൊബൈലാണോ? അല്ല. അല്ല. അങ്ങനെ ഒന്ന് അടിച്ചോ? കണ്ടായിരുന്നോ? മുമ്പ് പറഞ്ഞത് കേട്ട് നോക്കിയോ? കണ്ടോ? ശരിയാണോ? ഫാക്ടറി വാരുന്നവൻ അത് റീസൈക്കിൾ ചെയ്യുന്നത്, ടിന്നിലാക്കി വരുന്നത്. അപ്പൊ ജൂഗുപ്സിതമായ അറപ്പുണ്ടാക്കുന്ന സാധനങ്ങളിൽ രതി വരിക. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ലേസ് തിന്നണമെന്ന് തോന്നുക, മുലപ്പാൽ വേണ്ടെന്ന് തോന്നുക, തള്ളയ്ക്ക് മുലപ്പാൽ കൊടുക്കണ്ടെന്ന് തോന്നുക, കൊച്ചിന് ലേസ് വാങ്ങിച്ചു കൊടുക്കുക. മനസ്സിലായില്ല? തള്ളയ്ക്ക് ക്യാൻസറും, ബാലശാപത്തിൽ നിന്ന് ബ്രസ്റ്റിൽ ക്യാൻസറും, കൊച്ചിന് ഉദരരോഗവും. ഫലം താമസവൃത്തിയുടെ പര്യായമാണ്. ഇത് ഗുണത്തില് മനസ്സു മാറുന്നതുകൊണ്ടാണ്. ചിലർക്ക് ഇത് ഒളിച്ചിരുന്നൂടെ തിന്നണം, അത് കുറച്ചുകൂടെ കൂടിയതാണ്. മനസ്സിലായില്ല? അങ്ങനെയുണ്ട്. ആളുകൾ ശരിയല്ല എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് പുറത്ത് അതിനെതിരെ പറഞ്ഞിട്ട് ആരും കാണാതെ അകത്ത് കയറി കഥകടച്ച് തന്നെത്താൻ തിന്നുക. അത് തന്നെ. ശരിയല്ല? അപ്പൊ ഇതൊക്കെ വെച്ച് ഒരുവന്റെ ഗുണങ്ങൾ ചിന്തിക്കാം. അതുകൊണ്ട് ത്രിദോഷങ്ങളിൽ നിന്ന് ശരീരം നേടുന്നത് സപ്തധാതുക്കൾ മാത്രമല്ല, മാനസികമായ അനേകം മൗലിക ഭാവങ്ങളും കൂടിയാണ്. അതുകൊണ്ട് ഹേതുവിപരീത ചികിത്സയ്ക്ക് അന്യാദൃശ്യമായ പ്രാധാന്യമുണ്ട്. അവയൊക്കെ പരിഗണിക്കാതെയാണ് നാം ഇന്ന് ഓടുന്നത്. ഹേതുവിപരീതമെന്ന് പറയുമ്പോൾ ത്രിദോഷം എന്തിനെയെല്ലാം ഈ ശരീരത്തിൽ തരുന്നു? സപ്തധാതുക്കൾ
ദോഷങ്ങളിൽ നിന്നാണ്. മാനസികങ്ങളായ അനേകം മൗലിക ഭാവങ്ങൾ ഗീതയുടെ 1-ാം അധ്യായത്തില് അർജുനന്റെ ഒരു നില വിവരിക്കുന്നുണ്ട്. ആ യുദ്ധക്കളമൊന്ന് കണ്ടേ ഉള്ളൂ. ലോകമെന്ന അന്നം ഒറ്റ നോട്ടേ നോക്കിയുള്ളൂ. അന്നം ഭുജിച്ച് പാകമാകാൻ തുടങ്ങുമ്പോഴേക്ക് സീതന്തി മമഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപധുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡിവം സ്രംസതേ ഹസ്തത്വക്ചൈവ പരിദഹ്യതേ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ. അതിലെ രോമാഞ്ചമൊക്കെ ഉണ്ടാവുമ്പോൾ അർജുനന്റെ പേശികളിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്രിയാറ്റിനിൻ ഫോസ്ഫോകൈനേസയുടെ അളവും മറ്റും ഏത് നിലവരെ കയറിയിട്ടാണ് കയ്യിൽ നിന്ന് ഗാണ്ഡീവം വഴുതുന്നത്, തൊലി ചുട്ടുകൊള്ളുന്നത്. താൻ വിരചിക്കുന്ന സാഹിത്യത്തിലും കലയിലും വരെ സത്യസന്ധത പുലർത്തിയിരുന്ന പൂർവന്മാരായ ആചാര്യന്മാർക്കു പകരം എഴുതുന്നത് സാഹിത്യമാണെങ്കിൽ അത് നൈസർഗികമായ ചോദനയിലൂടെ മനുഷ്യനിലേക്ക് പ്രവേശിക്കുമ്പോൾ വികലമാകാൻ പാകത്തിന് ശാസ്ത്രത്തെ വികലമാക്കി എഴുതുന്നവരാണ് ആധുനിക കലാകാരന്മാർ. Am I right? രാമായണം എടുത്ത് വായിക്കുമ്പോൾ രഘുവംശം എടുത്തു വായിക്കുമ്പോൾ ദിലീപൻ മുതൽ അഗ്നിവർണ്ണൻ വരെയുള്ള ചരിത്രം പറയുന്നതിനിടയിൽ അനവത്യദോഷമുള്ള ദിലീപ മഹാരാജ. അവിടെ പറയുന്ന ലക്ഷണം ഏറ്റവും ഭംഗിയായി പറയുന്നത് യഥാ അഥർവണേ എന്ന് ചൂണ്ടിക്കാണിച്ച് അഥർവത്തെ ചൂണ്ടിക്കാണിച്ച് പറയുന്ന ആ ലക്ഷണം അഷ്ടാംഗ ഹൃദയത്തിലെ പ്രമേഹ നിദാനം. പ്രമേഹം കൊണ്ടാണ് അനവത്യദോഷം വന്നത്. പ്രമേഹത്തിന്റെ പൂഞ്ചികാ സിദ്ധാന്തമനുസരിച്ച് കഫജവും പൈത്തികവുമായ പ്രമേഹം വളർന്നു വാതജമായി മാറുകയും അതിന്റെ പൂർണ്ണതയിലെത്തുമ്പോൾ ധാതുപാകത്തിൽ രസവും രക്തവും മാംസവും മേധസ്സും അസ്ഥിയും മജ്ജയും കടന്ന് ശുക്രധാതുവിനെ മേഹം ബാധിച്ചതുകൊണ്ട് അനവത്യദോഷം വന്നിരിക്കുന്നു. എന്തൊരു പഠനം! എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ആയുർവേദത്തിന്റെ സമഗ്ര വിഭൂതികളും ആവാഹിച്ചു വെച്ച ഒരു പഠിതാവിന്റെ അന്തരിന്ദ്രിയ മണ്ഡലം കാളിദാസ മഹാപ്രഭുവിന്റെ കാൽനഖന്തു മരീചികളെ പിന്തുടർന്നാൽ ഇവിടെ ചെന്നെത്തുന്നത് വാഗ്ഭടന്റെ അഷ്ടാംഗ ഹൃദയത്തിന്റെ പ്രമാഹ നിദാനത്തിന് മുൻപിൽ അഞ്ജലീബദ്ധനായിരിക്കും. ബൗദ്ധിക സർജനത്തിന്റെയും മഹോന്നതമായ പഠനത്തിന്റെയും ഈ കേളീരംഗങ്ങളിലൂടെ സഞ്ചരിച്ചു പഠിച്ചാൽ വാർദ്ധക്യം ആനന്ദപൂർണമായി.
നൊട്ടിനുണഞ്ഞ് ജീവിച്ചും നുണ പറഞ്ഞ് രസിച്ചും പ്രിയപ്പെട്ടവരോട് വിരഹം വന്നും കോശങ്ങളിൽ അനുസരണക്കേട് തുടങ്ങിയും വാർദ്ധക്യം ആവിർഭവിക്കുമ്പോൾ ഈ ജീവിതം വിഷാദമുഖമാകാതിരിക്കാൻ മസ്തുളങ്കത്തിനുള്ളിൽ അല്പം ആളിരിക്കുന്നത് നല്ലതാണ്. അതിൽ നിന്ന് യൗവനത്തിന്റെ പുളപ്പിൽ കയറ്റിയിരുത്തി കാണിച്ച ദൃശ്യവിന്യാസങ്ങൾക്ക് വാർദ്ധക്യത്തിൽ സാങ്കത്യമില്ലാതാകുമ്പോൾ യൗവനപ്പുഴു അസ്തമിച്ച് വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ച് മസ്തുളങ്കത്തിൽ നിന്ന് ആളൊഴിഞ്ഞുപോയി ആളില്ല കസേരകളുമായി കിടക്കുമ്പോൾ അല്പം ആനന്ദം അനുഭവിക്കണമെങ്കിൽ ഈ വഴിയിലൂടെ നേരത്തെ ചിന്തിച്ചു വെക്കുന്നത് നല്ലതാണ്. നല്ല ചോരയും നീരുമുള്ള കാലത്ത്. മനസ്സിലായില്ല? കിള്ളിയും നുള്ളിയും ഒക്കെ ജീവിക്കുന്നത് യൗവനപ്പുളുവിലും കൗമാരത്തിലും മാത്രമേ സുഖം തരൂ. സർവകാല സുഖം തരുന്ന മസ്തുളങ്കത്തിന്റെ അറിവിന്റെ അവദാനങ്ങൾക്ക് മുമ്പിൽ അഞ്ജലീബദ്ധനായിരിക്കുന്നവന് മാത്രമേ ശൈശവം മുതൽ വാർദ്ധക്യം വരെയുള്ള തന്റെ ജന്മപ്രകൃതി ആനന്ദപൂർണമാവുകയുള്ളൂ. അതിന്റെ സുതാര്യതയെ ഉൾക്കൊള്ളുവാൻ ഒട്ടേറെ വിപുലമാണ് ആയുർവേദ ദർശനം. അതുകൊണ്ടാണ് ഇത് മനക്കെട്ട് പഠിച്ചത്. മനസ്സിലായില്ല? ചോദ്യം ഉണ്ടാവുമല്ലോ, സ്വാമിയാരെന്തിനാ ഇത് പഠിച്ചത്, സന്യാസമൊക്കെ സ്വീകരിച്ചു? അതുകൊണ്ടാണ് ഇത് പഠിച്ചത്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇതിൽ അല്പം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വരുന്ന നമ്മുടെ ദ്വിമാന പ്രകൃതികളിൽ പരസ്പരം ഒന്ന് ചൊറിഞ്ഞ് രസിക്കാൻ ഇത് നല്ലതാണ്. മനസ്സിലായില്ല? ബൗദ്ധിക സർജനത്തിന്റെ ഈ മനോഹര മുഹൂർത്തങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് യാതൊരു നിശ്ചയവും